ഹായ്, ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മൽച്ചന്തേരി ഫാബ്രിക് ആണ്. മൽച്ചന്തേരി എല്ലാവർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം. നോർമലി ഈ ടൈപ്പ് വർക്ക് നമ്മൾ സിമി സിൽക്ക് ബേസ് ആയിട്ടുള്ള കാറ്റലോഗ്സിലും ഫ്ലോയി ആയിട്ടുള്ള ക്രഷ്ഡ് ബേസ് ആയിട്ടുള്ള ഫാബ്രിക്കിലൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് വർക്ക് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ മൽച്ചന്തേരിയിൽ ഇതുപോലെ ഹെവി ദാമൻ വർക്ക് വരുന്നത്, ദുപ്പട്ടയിലൊക്കെ വർക്ക് വരുന്ന ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് വന്നാൽ വളരെ നല്ലൊരു പ്രൈസ് റേഞ്ച് തന്നെയാണ്. ഇത്രയും ഹെവി വർക്ക് വന്നാലും മൽച്ചന്തേരി കളക്ഷൻ ആണ് 1095 പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുക. ഫസ്റ്റ് ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ ഒരു ചെറി കളർ ഷെയ്ഡാണ്. ഇതുണ്ടോ, ഇതിൻ്റെ നല്ല ഹെവി ആയിട്ടുള്ളൊരു ബ്രോഡ് ആയിട്ടുള്ളൊരു ബോർഡറാണ്, ഡയമണ്ട് ബോർഡറാണ്. ഇതിൽ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട്. പിന്നെ ബാക്കി പോർഷൻസ് ഫുള്ളും ഈ ഒരു വർക്കാണ്. ഇങ്ങനെ ചെറിയൊരു എംബ്രോയിഡറി, അതിൻ്റെ നടുക്കൊരു സിംഗിൾ ബീഡ്സിൻ്റെയും കൂടെ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് ഓൾ ഓവർ പോയിരുന്നുണ്ട്. ഇതുപോലെ വരും. അപ്പം ടോപ്പിൽ ഹെവി ആയിട്ട് ഡയമണ്ട് ബോർഡർ. പിന്നെ ദുപ്പട്ട വരുമ്പോഴും സെയിം കളർ ദുപ്പട്ടയുടെ രണ്ട് ബോർഡേഴ്സിലും ഒരു ബോർഡർ ആ ഒരു ചെറി വിത്ത് സെൻറ്ററിലെ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട്. അടുത്ത ബോർഡറിൽ ഇതുണ്ട് മൂന്ന് ലെയേഴ്സ് ആയിട്ട് സ്കാലപ്പും ബാക്കി പോർഷൻസിൽ ഈ ഒരു എംബ്രോയിഡറി വർക്കും ബാക്കി ഇങ്ങനെ ബൂട്ടായിട്ടുള്ള വർക്കും സ്കാറ്റർ ചെയ്ത് വരുന്നു. സോ ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നുണ്ടോ, നല്ല ഹെവി ആയിട്ടുള്ള ഡയമണ്ട് ബോർഡർ, ബാക്കി പോർഷൻസിലും ഫുള്ള് വർക്ക്. ഇത് കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലെവൻഡർ ബേസ് ആയിട്ടുള്ള കളർ ഷെയ്ഡാണ്. ഞാൻ ഇട്ടേക്കുന്ന ഒരു ചെറിയ ബേസ് ആയിട്ടുള്ള കളർ ടോണാണ്. ഇതുപോലെ വരുമ്പോൾ ഇത് നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല കംഫർട്ടബിൾ ഫാബ്രിക് ആണ്. ഇപ്പോഴത്തെ ട്രെൻഡി ഫാബ്രിക് ആണ് മൽച്ചന്തേരി. ഇനിയിപ്പം ഓണം സ്പെഷ്യലായിട്ട് മൽച്ചന്തേരി ഇപ്പോഴും ട്രെൻഡാണ്. മൽഷിഫോൺ അങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതിന് തന്നെ വേരിയൻ്റ്, അത് വളരെ സൂപ്പർ കംഫർട്ടബിൾ ആണ്. ഇതാണ് അതിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ട് വർക്ക് വന്നിരിക്കുന്നത്. ദുപ്പട്ട, ടോപ്പ് ദുപ്പട്ട ഒരേ ഫാബ്രിക് ആണ്, പൂട്ടും സാൻറ്റൂണിലും. സോ ഇതിലെ കളേഴ്സ് എല്ലാം നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുക. ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ഇതിൽ വർക്ക് പോയേക്കുക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചും 1095 പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണ്. അപ്പം കൂടുതലും ഇങ്ങനെ വിചിത്ര ബേസ് അല്ലെ ക്രഷ് ബേസ് ഫാബ്രിക് വേണ്ടാത്തവർക്ക് ഈ ഒരു ഫാബ്രിക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് വളരെ കംഫർട്ടായിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം. ഹെവി വർക്ക് അല്ലേ, നല്ല ഹെവി വർക്ക് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് ഓവറോൾ ലുക്ക്. സോ ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഈ കളർ വീഡിയോയിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആണ്, അത്രയും ബ്രൈറ്റ്നെസ് ഇല്ല. എന്നാൽ ബ്ലൂ എന്ന് പറഞ്ഞാലും നമ്മളെപ്പോഴും കാണിക്കുന്ന ബ്ലൂ അല്ല, അതൊന്നും ഡിഫറെൻ്റ് ആണ്. ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ബ്ലൂ കളർ ടോൺ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ദുപ്പട്ട വന്നിരിക്കും. ടോപ്പ് ദുപ്പട്ട മൽച്ചന്തേരി ഫാബ്രിക് വിത്ത് സാൻറ്റൂൺ ബോട്ടം. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. 1095 ഫ്രീ ഷിപ്പിംഗ്. സോ അടുത്തത് ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്ക് നമ്മൾ എങ്ങനെയാണെങ്കിലും എല്ലാത്തിനകത്തും കൊടുക്കും. ഓഫ് വൈറ്റ് ഇതിനകത്ത് വന്നിട്ടില്ല, എങ്ങനെയോ വന്നിട്ടില്ല. ഇതാണ് ബ്ലാക്ക് ഷെയ്ഡിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. നല്ല ഹെവി വർക്ക് വന്നിരിക്കുന്ന, നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല കംഫർട്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ കളക്ഷനാണ്. ഇതാണ് ലുക്ക്. സോ ഇതാണ് ലാസ്റ്റ് വൺ. ടക്യൂസ് ഗ്രീൻ ആണ്. നേരിട്ട് കാണുമ്പം ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് വീഡിയോയിൽ ഒരു ബ്ലൂ ബേസ് ആയിട്ട് കിങ്ഫിഷർ ബ്ലൂ ആയിട്ടായിരിക്കും നിങ്ങൾ കാണുക. കിങ്ഫിഷർ ബ്ലൂ അല്ല, ടക്യൂസ് ഗ്രീൻ ആണ് കളർ. 1095 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.